ഇൻഫിനിക്സിന്റെ ഈ വർഷത്തെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇൻഫിനിക്സ് നോട്ട് എഡ്ജ് ദേ വന്നിരിക്കുന്നു. ദേ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, മാത്രമല്ല ഇതിന്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ വരെ കൊടുത്തിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. മാത്രമല്ല ഇത് വെറും സ്ക്രീൻ ഗാർഡ് മാത്രമല്ല ടെമ്പേർഡ് ഗ്ലാസ് കൂടാണ്. കണ്ടില്ലേ, ഈ ഒരു വർഷം ഫെബ്രുവരി ഇപ്പോൾ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇൻഫിനിക്സ് ഇത്രയും നാളെടുത്തു ഈ ഒരു വർഷത്തെ തന്നെ പുതിയ ഫോൺ പുറത്തിറക്കാൻ. A to C ചാർജിങ് കേബിൾ, 45 വാട്ട് ചാർജർ. സാധാരണ ഇൻഫിനിക്സ് പടപടാ ഫോണുകൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നതാണ്. മിക്ക ബ്രാൻഡുകൾ ഇപ്പോൾ ഇങ്ങനെയാണ്, വളരെ കുറച്ച് ഫോണുകളൊക്കെ പുറത്തിറക്കുന്നുള്ളൂ. ഈ ഒരു ഫോണിന്റെ ബാക്ക് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതിന്റെ ഒരു പച്ച കളറിലെ മോഡലാണ് ഞാൻ മറ്റ് യൂട്യൂബേഴ്സൊക്കെ ചെയ്ത് കണ്ടത്. പക്ഷേ ഇത് അതിൽ നിന്ന് ലുക്കുണ്ട്, അത് പറയാതെ പോയാൽ. ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ അടിപൊളിയാണ്. എസ്പെഷ്യലി നോക്കി വളരെ തിന്നാണ്. വെറും 7.22 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ തിക്നെസ്. ബാക്ക് സൈഡ് ഇങ്ങനെ കർവായിട്ട് ഇറങ്ങുന്നു, അതുപോലെ ഡിസ്പ്ലേയുടെ സൈഡ് ഇതുപോലെ കർവായിട്ട് വന്ന് ഇറങ്ങുന്നു. നമ്മൾ ഇതുവരെ വന്നിട്ടുള്ള പല ഇൻഫിനിക്സ് ഫോണുകളും കണ്ടാൽ ഇത് ഇൻഫിനിക്സ് ഫോണാണെന്ന് മനസ്സിലാവും. പക്ഷേ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫിനിക്സ് ഫോൺ ആണെന്ന് തോന്നില്ല. അതാണ് ഈ ഒരു ഫോണിന്റെ നേട്ടം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ ഏരിയയും ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി, ഫുൾ സ്ക്രീൻ. ബെസൽ എന്ന് പറയുന്ന സാധനം ഇല്ല. ഫുൾ സ്ക്രീൻ എന്ന് വെച്ചാൽ ഫുൾ സ്ക്രീൻ. രണ്ട് സൈഡും കർവ്ഡാണ്. ഈ ടോപ്പിലൊക്കെ നോക്കി ഫുൾ സ്ക്രീൻ ആണ്. ബെസൽ ഇല്ല. താഴെയും അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ. എനിക്കൊന്നും ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എത്ര നോക്കണം, എനിക്കൊന്നും ഒരു 100 അടുത്ത് കാണും. അത്രയും ബെസലെസ് ഡിസ്പ്ലേ ഒരു രക്ഷയില്ല കേട്ടോ. സീരിയസ്ലി ഭയങ്കരമായിട്ട് ഞാൻ ടോട്ടലി ഇംപ്രസ്ഡ് ആയി. ഫുൾ സ്ക്രീൻ ആണ് ഇപ്പോൾ. നമുക്ക് വീഡിയോ ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും 1.5K റെസൊല്യൂഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 4500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. അതുപോലെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ്. പക്ഷേ ഡിസൈനിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആദ്യമേ ഒരു കാര്യം പറ്റില്ല. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അണ്ടർ 20,000 ആണ്. 19,999 ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും. പക്ഷേ കാഴ്ചയ്ക്ക് ഈ ഒരു ഫോൺ 19,999 20,000 രൂപയുടെ ഫോണാണെന്ന് തോന്നുന്നു. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. വളരെ ഹാൻഡി എന്ന് വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ വളരെ സ്ലിം ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. മാത്രമല്ല വലിയ വെയിറ്റ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് ബാക്കാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഫ്രെയിം ഒക്കെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ എപ്പോഴും ആ ഒരു രീതിയാണ് വരുന്നത്. ക്യാമറ മൊഡ്യൂളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ഹാലോ ലൈറ്റ് എന്നാണ് ഈ ഒരു ലൈറ്റിങ്ങിന്റെ പേര്. അതായത് നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതുപോലെ ചാർജ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് ഓൺ ചെയ്ത് ഓട്ടോമാറ്റിക് ഓൺ ആയി വരും, നോട്ടിഫിക്കേഷൻ കാണിക്കും. അതുപോലെ ഇവിടെ ഇതിന്റെ വാൾപേപ്പറിൽ തന്നെ ഈ ഒരു ഹാലോ ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാനുള്ള വിഡ്ജറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു AI കീ കൊടുത്തിട്ടുണ്ട്. ഒരു പച്ച കളറിലാണ് അത്തരത്തിലൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്. വളരെ സ്ലിം പ്രൊഫൈൽ തന്നെയാണ് ഫോൺ കൊടുത്തിരിക്കുന്നത്. സിം ട്രേ ഒക്കെ ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിന്റെ സ്പീക്കേഴ്സ് കണ്ടില്ലേ, JBLന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ബൈ JBL എന്നിവിടെ എഴുതിയിരിക്കുന്നു. IR ബ്ലാസ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നമുക്ക് ഇപ്പോൾ വരുന്ന 10-30,000 രൂപ വരുന്ന ഫോണുകൾ പോലും ചിലപ്പോഴൊക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ മിസ്സിംഗ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ഇൻഫിനിക്സ് ഈ ഒരു ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 7100 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ടെക്നോയുടെ ഒരു പോവ കർവ് 2 എന്ന് പറയുന്ന ഒരു ഫോൺ പരിചയപ്പെടുത്തി. അപ്പോൾ അതിനകത്തും ഈ സെയിം പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ വില എന്ന് പറയുന്നത് 27,000 രൂപയായിരുന്നു. ഓർക്കുക, ടെക്നോ, ഇൻഫിനിക്സ്, ഐടെൽ ഇതെല്ലാം ഒരു കൊട്ടയെന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ സെയിം പ്രോസറായിട്ട് വന്ന ഈ ഒരു പോവ കർട്ടൂൺ 27,000 രൂപയും ഇവിടെ ഇൻഫിനിക്സിലേക്ക് വന്നപ്പോൾ അത് 20,000 രൂപയായിട്ട് മാറിയിരിക്കുന്നു. സെയിം പ്രോസസർ ആണെന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 6.43 ലാക്ക് ആണ് ഇതിന്റെ ഒരു AnTuTu സ്കോർ. ഇപ്പോൾ വരുന്ന വലിയ ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, പെർഫോമൻസ് വൈസ് വലിയ ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6.43 AnTuTu സ്കോർ എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ ഇതിൽ നിന്നും ഏകദേശം 1 മില്യൺ ഒക്കെ AnTuTu സ്കോർ തരുന്ന ഈ പ്രൈസ് പോയിന്റിൽ വേറെ ഫോണുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു വലിയ പെർഫോമൻസ് തരുന്ന ഫോൺ അല്ല എന്ന് ചുരുക്കം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഗെയിമിംഗ് എന്നുള്ള ആ ഒരു വലിയ സംഭവം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് ഓക്കെ ആണ് താനും. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മാക്സിമം 8GB റാം 256GB ഇന്റേണൽ സ്റ്റോറേജിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ LPDDR5X റാം ആണ്. പക്ഷേ സ്റ്റോറേജ് ഓപ്ഷൻ UFS 2.2 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നടത്തി. ഏകദേശം 90% ആണ് ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് യാതൊരുവിധ ത്രോട്ട്ലിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഫോൺ ഞാൻ അധികം ഉപയോഗിച്ചില്ല, പക്ഷേ ഈ ടെസ്റ്റ് ചെയ്ത സമയങ്ങളിൽ ഓവർ ഹീറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചതുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. കാഷ്വൽ ഗെയിമിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിട്ടാണ് ഇത് തോന്നുന്നത്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗെയിമിംഗ് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി പെർഫോമൻസ് മോഡും ബാലൻസ് മോഡും പവർ സേവിംഗ് മോഡും ഒക്കെ ഉണ്ട്. കൂടാതെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അഡീഷണൽ ഓപ്ഷൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഈ ഒരു വാൾപേപ്പർ നോക്കി iPhone 17 കണ്ട് പരിചിതമായിട്ടുള്ള ഒരു വാൾപേപ്പർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൺ ഇത്രയും സ്ലിം ആയിട്ട് പോലും 6500 mAh ബാറ്ററിയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ 45 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 65 വാട്ടൊക്കെ
കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പം ഈ പറഞ്ഞ 80, 100 ഒക്കെയാണ് പല ഫോണുകളിലും വാട്ട് ചാർജറായിട്ട് വരുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ക്യാമറയിലേക്ക് വരുമ്പോൾ ബാക്കിൽ ഒറ്റ ക്യാമറ 50 മെഗാ പിക്സൽ പ്രൈമറി, പിന്നീട് ഒരു AI ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡെപ്ത് സെൻസർ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് 13 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസർ ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിരവധി ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്തു നോക്കി. ഫോട്ടോ ക്വാളിറ്റി ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ നല്ലതാണെന്ന് വേണം പറയാൻ. നമുക്ക് വലിയ കുറ്റമൊന്നും ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റിൽ എടുത്ത് പറയാനില്ല. കാരണം വെച്ചാൽ ഈ ഫോണിന്റെ പ്രൈസ് പോയിന്റ് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം നമുക്ക് ഇതിൽ നിന്ന് മികച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിൽ നിന്നും കൂടിയ ഫോണുകളൊക്കെ തരും. പക്ഷേ നമ്മൾ ഈ ഫോണിന് വേണ്ടി മുടക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും തരക്കേടില്ല എന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ ഭയങ്കര വാവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിന്റെ പോർട്രേറ്റ് മോഡിലേക്ക് മാറി എടുക്കുന്ന ഫോട്ടോകൾ മനോഹരമായിട്ട് കിട്ടുന്നുണ്ട് നോർമൽ മോഡിൽ എടുക്കുന്ന ഫോട്ടോയേക്കാൾ. പക്ഷേ പോർട്രേറ്റ് മോഡിൽ തന്നെ എടുക്കുന്ന ഹ്യൂമൻ ഒബ്ജക്റ്റുകൾ അത്ര ബെറ്റർ ആയിട്ടും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകൾ പോർട്രേറ്റ് മോഡിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സെൽഫി ക്യാമറ ആയാലും കുഴപ്പമില്ല, ഫോട്ടോസ് കുഴപ്പമില്ല. പക്ഷേ വീഡിയോയിലേക്ക് വരുമ്പം വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ലെങ്കിലും ആ സ്റ്റെബിലൈസേഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ഒരു ഷേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള ഒരു ഷേക്ക് നമുക്ക് മൊത്തത്തിൽ വീഡിയോയിലെല്ലാം കാണാനുണ്ട്. തരക്കേടില്ലാത്ത ഫോട്ടോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, അതാണ് ഈ ഒരു ഫോണിന്റെ ക്യാമറ ക്വാളിറ്റി പറ്റി പറയാനുള്ളത്. ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിന്റെ ബാക്കിലും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 2K 30 FPS വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K ഇല്ല. അത് പണ്ടേ ഇൻഫിനിക്സിന്റെ ഫോണുകളിൽ 4K കാണില്ല. എപ്പോഴും മാക്സിമം ഫ്രണ്ടും ബാക്കും 2K കാണും. രണ്ടിലും ഒരേ റെസൊല്യൂഷൻ ആണ്. അല്ലാതെ ചില ഫോണിൽ 4K ബാക്ക് കൊടുത്ത് ഫ്രണ്ടിൽ ഫുൾ HD അങ്ങനല്ല. ഫ്രണ്ടും ബാക്കും 2K. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 4K വ്ളോഗ് ഒക്കെ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഒരു ഫോണിന്റെ ക്യാമറ അതുകൊണ്ട് തന്നെ സാധ്യമല്ല. 2K റെസൊല്യൂഷൻ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ ഈ പ്രൈസ് പോയിന്റിലുള്ള മറ്റ് ക്യാമറയിലെ കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. ഈ പ്രൈസ് പോയിന്റ് ഒരു ഡെപ്ത് സെൻസർ മാത്രമാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും വീഡിയോസും ഒരുപാട് എടുക്കുന്ന ആളാണെങ്കിൽ വേറെ ഫോൺ നോക്കണം. ഇത് ഈ സ്യൂട്ടല്ല. ഇത് സാധാരണ ഒരു പ്രൈമറി ക്യാമറ മാത്രമേ ഇതിനകത്ത് അത്തരം കാര്യത്തിന് ഉതകൂ. ഓർക്കണം, ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ തരുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം, റയറായിട്ട്. പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു ടെലിഫോട്ടോ സെൻസർ ഒരു ഫോണിൽ ഈ പ്രൈസ് പോയിന്റ് കൊടുക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ആ ബ്രാൻഡ് ചെയ്യും. ഇവിടെ ക്യാമറ ഈ പറഞ്ഞ പോലെ അല്പം കുറച്ച് പെർഫോമൻസ് അല്പം കുറച്ച് ബാക്കി കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫോണിന്റെ സ്പെക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഈ ഫോണിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടില്ല. അതുപോലെ ചെറിയൊരു ഷട്ടർ ലാഗ്, നമ്മൾ അപ്പട്ടപ്പെടാന്ന് അടുപ്പിച്ച് ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഷട്ടർ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആരാണ് അത്രയും പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രോസസ്സിങ്ങിന്റെ ഒക്കെ ഒരു ടൈം കൊണ്ടായിരിക്കും അത്തരത്തിൽ ഈ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന എല്ലാ ക്ലിക്കും ഫോട്ടോ ആയി മാറാത്തത്. ഫോണിനകത്ത് ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് വരുന്നത്. അതുപോലെ 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഇൻഫിനിക്സ് തരും. അതായത് ആൻഡ്രോയിഡ് 19 വരെ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അതുപോലെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇൻഫിനിക്സ് ഈ ഒരു ഫോണിനകത്ത് തരുമെന്നാണ് പറയുന്നത്. ബ്ലോട്ട് വൈസുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എണ്ണി നോക്കി, ആകെ 2 ബ്ലോട്ട് വൈസ് ആണ് ഞാൻ കണ്ടത്. സ്പോട്ടിഫൈയും അതുപോലെ ഫോൺ പേയും, അല്ലാതെ ചവറായിട്ടുള്ള ഗെയിമോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇൻഫിനിക്സിന്റെ തന്നെ ആപ്പുകളുണ്ട്. അതായത് ഇപ്പോൾ എക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് അരീന എന്നൊക്കെ പറയുന്നത്, അത് പക്ഷേ ഒരുപാടുണ്ട്. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? ബ്രാൻഡിന്റെ തന്നെ ആപ്പാണ്. മൊത്തം ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി വരുന്നത്. ഒരുപാട് ബ്ലോട്ട് വൈസുകൾ എന്തായാലും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇൻഫിനിക്സിന്റെ ഒക്കെ ഒരു 2 വർഷം മുമ്പുള്ള ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചവർ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇവരുടെ XOS ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത് പറയാൻ വിട്ടു. XOS 16 ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ഈ ഒരു ഫോണിനകത്ത് ആ ഒരു യൂസർ ഇന്റർഫേസിൽ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ലുക്കിലും വർക്കിലും ഈ ഒരു ഫോൺ നമ്മൾ ഒരാളുടെ കൊടുത്താൽ അത് ഇൻഫിനിക്സ് ഫോൺ ആണെന്ന് പറയില്ല. എന്തൊക്കെയോ വ്യത്യാസങ്ങൾ മൊത്തത്തിൽ ഈ പറഞ്ഞ ലുക്ക് വൈസും വന്നിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിലും വന്നിട്ടുണ്ട്. ഫോണിനകത്ത് IP65 റേറ്റിംഗ് ആണ്. അതായത് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. ഒരുപാട് വെള്ളത്തിലിട്ടൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. മഴത്തുള്ളികളെയൊക്കെ ജസ്റ്റ് ഒന്ന് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള IP65 റേറ്റിംഗ് ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല ലൗഡാണ് സ്പീക്കർ. ക്വാളിറ്റി ഓക്കെ, ഭയങ്കര സംഭവം ഞാൻ പറയുന്നില്ല സൗണ്ട് ക്വാളിറ്റി, പക്ഷേ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. എന്നിരുന്നാലും 20,000 പ്രൈസ് റേഞ്ച് ആയിട്ട് പോലും ഫോൺ അത് NFC സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സെറ്റിംഗ്സിനകത്ത് ഇതുപോലെ കയറി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇത് ഇവിടെ താഴെ ഏറ്റവും ലോയിലാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അത് മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്. നമ്മൾ ഹൈയിലേക്ക് ആക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കൂ. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്നവർ ഇത് അറിയാതെ പോകും പലപ്പോഴും. ഈ സെറ്റിംഗ്സിനകത്ത് ഈ ലോ ആണ് കിടക്കുന്നതെന്ന് പലരും അറിയത്തില്ല. ഓക്കെ, ഇത് ഹൈ ആക്കുമ്പോഴത്തേക്കും സൂപ്പർ ഹാപ്റ്റിക് അടിപൊളിയായിട്ട് മാറുന്നുണ്ട്. കോൾ റെക്കോർഡിംഗ് ഒരുപാട് പേർക്ക് ആവശ്യം വരുന്ന ഒരു ഫീച്ചറാണ് സാധാരണ. അത് ഈ ഒരു ഫോണിനകത്ത് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് യൂട്യൂബിൽ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ HDR സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് നൽകുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡിസ്പ്ലേ മാരകമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. രണ്ടാമത് ഇതിന്റെ ഡിസൈൻ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. മൂന്നാമത് ഇതിന്റെ ബാറ്ററി സൈഡ്, ഈ പറഞ്ഞ 45 വാട്ട് ചാർജറേ ഉള്ളൂ. കുറച്ചും കൂടെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കാമായിരുന്നു തോന്നി. പക്ഷെ എല്ലാം കൊടുക്കുമ്പോഴത്തേക്കും വില ഈ പറയുന്ന പ്രൈസ് മുതൽ നിൽക്കത്തില്ല എന്നുള്ളത് ഓർക്കണം. പിന്നെ
ക്യാമറ വൈഡ് ആംഗിൾ ഇല്ല എന്നുള്ളതാണ് ക്യാമറയിൽ ഒരു കുറവ്. പിന്നെ 4K സപ്പോർട്ട് ബാക്കിൽ പോലും ഇല്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായിട്ട് തന്നെ പറയേണ്ടി വരും. മൊത്തത്തിൽ ഈ ഫോണുകളുടെ കുറവ് നമ്മൾ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, അതുപോലെ 4K റെസൊല്യൂഷനെ പറ്റി ചിന്തിക്കേണ്ട. പെർഫോമൻസ് നിങ്ങൾക്ക് ഒരു മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ ആണെങ്കിൽ വേറെ നോക്കണം. IP റേറ്റിംഗ് വന്നിട്ട് IP65 ഉള്ളൂ. ഈ പ്രൈസ് പോയിന്റിൽ IP69 ഒക്കെ കൊടുക്കുന്ന ഫോണുണ്ട്. ക്യാമറയിൽ OIS സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇത്രയുമാണ് ഞാൻ അരിച്ചു ഗുണിച്ച് നോക്കിയിട്ട് ഇതിൽ കണ്ടുപിടിക്കാവുന്ന ചെറിയ ചെറിയ കുറവുകൾ. ബാക്കിയൊക്കെ ഈ ഒരു ഫോണിന്റെ പോസിറ്റീവ് സൈഡുകളുമാണ്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 19,999 രൂപയാണ്. 2000 രൂപ ബാങ്ക് കാർഡ് ഓഫറിലാണ് ഈ 19,999 രൂപയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ ICICI SB കാർഡിനൊക്കെ ആ 2000 രൂപയുടെ ഓഫറും കാണുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കാർഡ് ഓഫർ നിങ്ങളുടെ കയ്യിൽ ആ കാർഡ് ഇല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കാർഡ് ഉള്ളവരുടെ നിന്ന് വെച്ച് ഓൺലൈൻ പർച്ചേസ് ചെയ്താലോ അല്ലെങ്കിൽ എനിക്ക് ഓഫ്ലൈനിൽ ഇപ്പോൾ ഈ കാർഡ് വഴി പർച്ചേസ് ചെയ്താലൊക്കെ ആ കുറവ് ലാഭമായി ലഭിക്കും. അപ്പോൾ അങ്ങനെ 19,999 തന്നെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ കാർഡ് ഓഫർ ഇല്ലാതെ 21,000 വേടിക്കുന്നത് അത്ര വർത്തിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഫോൺ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ ലുക്ക് വൈസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.